ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. കൊരട്ടി തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് ദേശീയപാതയ്ക്കരികിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് കൊരട്ടി. കൊരട്ടി എന്ന പേരിനു പിന്നിലെ ചരിത്രം തിരയുമ്പോൾ ബുദ്ധസംസ്കാരത്തിന്റെ പടിക്കലാണ് നാം ചെന്നു നിൽക്കുന്നത്. ചേര രാജാക്കന്മാർ ശ്രമണമതം സ്വീകരിച്ച് അവർ അർഹതപദം സ്വീകരിക്കുന്നതോടെ അവരുടെ പേരിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ചേര രാജാക്കന്മാരിൽ കുറവർ വംശത്തിൽപ്പെട്ടവരുണ്ടായിരുന്നുവെന്നും ചേരരാജ്ഞിയെ കുറത്തി എന്നും അത് പിന്നീട് കുരത്തി എന്നും വിളിച്ചിരുന്നതായി ഐതിഹ്യം. കുരത്തി ഇംഗ്ലീഷ് ലിപിയിൽ കുരട്ടി എന്നും പിന്നീട് ശബ്ദഭേദം വന്ന് കൊരട്ടി എന്ന ഇന്ന് നാം കേൾക്കുന്ന നിലയിൽ സ്ഥലനാമം ഉറച്ചതായി സ്ഥലനാമ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഇവിടുത്തെ കൊരട്ടിമുത്തിയുടെ ദേവാലയം അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നു. ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറുപട്ടണത്തിലാണ് സീ കേരളം സൂപ്പർ ബമ്പർ ഇന്നെത്തി നിൽക്കുന്നത്. സീ കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. കൊരട്ടി ടൗണിലാണ് നിൽക്കുന്നത്, കൊരട്ടി മുത്തിയുടെ നാട്ടിലാണ് നിൽക്കുന്നത്. പ്രിയ സൗഹൃദങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. സ്വാഗതം സീ കേരളം സൂപ്പർ ബമ്പറിലേക്ക്. നമ്മള് കൊരട്ടി ടൗണിലാണ് നിൽക്കുന്നത്. ഒരുപാട് കഥകൾ പറയാനുള്ള സ്ഥലമാണ്. അതിലുപരിയായിട്ട് കൊരട്ടി മുത്തിയുടെ നാടാണ്. ഒരുപാട് അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന കൊരട്ടി മുത്തിയുടെ ജാതി മത ഭേദമന്യേ ഈ പള്ളിയിൽ ഒരുപാട് വിശ്വാസികൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ആ നാട്ടിൽ വരാൻ കഴിഞ്ഞതിൽ സീ കേരളത്തിന് ഒരുപാട് എന്താ പറയുക നന്ദിയുണ്ട്. ആരോട് നന്ദി പറയണമെന്നറിയില്ല. ഈ നാട്ടുകാരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. എന്താ പേര്? മോഹൻ. എന്ത് ചെയ്യുന്നു? റിട്ടയറാണ്, കമ്പനിയിൽ നിന്ന് റിട്ടയർ ആയി. അതിനുള്ള പ്രായമായോ? ആയി. എന്താ പേരെന്താണ്? ബിജു നാലപ്പാട്ട്. ബിജു നാലപ്പാട്ട്. സ്വദേശം എവിടെയാണ്? സ്വദേശം കൊരട്ടിയിലാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? യു കെ സെറ്റിൽഡ്. യു കെയിലാണ്. ഇപ്പൊ നാട്ടിൽ വന്നതാണോ? പെട്ടെന്നൊരു നാട്ടിൽ വരും. പെരുന്നാൾ. കാരണം വെച്ചാൽ ഇവർക്ക് ഇവിടെ ഏറ്റവും വലിയ ആഘോഷമാണ് കൊരട്ടി മുത്തിയുടെ പെരുന്നാൾ എന്ന് പറയുന്നത്. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? തീർച്ചയായും. ഓക്കെ. എന്താണ് പേര്? ചന്ദ്രൻ. ചന്ദ്രൻ ചേട്ടൻ. ഓ ചന്ദ്രൻ. എന്ത് ചെയ്യുന്നു? കാർപ്പൻ്റർ ആണ്. ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ. ഉള്ളിൽ ഒരു കലാകാരനുണ്ടല്ലേ? പുറകെ കിടക്കുന്ന ഒരു സിംഹമുണ്ട്, ഒരു കലാകാരനുണ്ട് ഈ താടിക്കുള്ളിൽ. ഫാമിലി വേറെ ആരൊക്കെയുണ്ട്? ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഭാര്യയും മക്കളുണ്ട്. പാട്ട് പാടുവോ? കുറച്ച് പാടിയാലോ? ഓക്കെ, തീർച്ചയായിട്ടും പാടിക്കോളൂ. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. ഇദ്ദേഹം കസ്തൂരി മാൻമഴി എന്നുള്ള പാട്ട് പാടി. കവിത പോലെയാണ് പാടി. എനിക്ക് കവിതയാണ് ഇദ്ദേഹം പാടാൻ ആപ്റ്റെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? കവിതയ്ക്ക് പറ്റിയ ടോണല്ലേ? കസ്തൂരി മാൻമഴി ലാഗടിച്ചു പോയി. ഒരു കവിതയില്ലേ? കവിത നന്നായിട്ട് ചെല്ലുമെന്ന് തോന്നുന്നു. അത് രണ്ടുപേരും കവിത കൂടെ ചൊല്ലേ. എന്തോ ആവട്ടെ. ഒക്കെ മറക്കണ നെഞ്ചിനുമേലെ ദുഃഖമൊളിക്കണ ചിരി കാണാം. അങ്ങനെ ഒക്കെ മറക്കണ നെഞ്ചിനുമേലെ ദുഃഖമൊളിക്കണ ചിരി കാണാം. അക്കഥയോതും കണ്ണുകളിൽ തീക്കടലാകും സൂര്യമുഖം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? തോംസൺ. ഒരു ജയൻ സെറ്റപ്പിൽ കഴിക്കുന്നു. തോംസൺ. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. എന്ത് ബിസിനസ്സാണ്? റിയൽ എസ്റ്റേറ്റ്. കലാകാരനാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. പാട്ട് പാടാമോ? അത്യാവശ്യം ഒരു പാട്ടൊക്കെ പാടാം. കയ്യടിക്ക്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങു കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ മലരേ, തേൻ വണ്ടു ഞാൻ.
അപ്പോൾ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കൊരട്ടി ടൗണിൽ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ വാരിക്കോരി സമ്മാനം കൊടുക്കുക, ചറ പറയുന്ന കൈ നിറയെ കാശ് കൊടുക്കുക, സൂപ്പർ മെമ്പർ കളിപ്പിക്കണം, അതൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ദുരുദ്ദേശങ്ങൾ തന്നെയാണ് നമുക്കുള്ളത്. ദുരുദ്ദേശം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കാശ് വാരി വാരി കൊടുത്ത് ഈ ദുരുദ്ദേശം ഒരു സതുദ്ദേശമാക്കി മാറ്റാനുള്ള ദുരുദ്ദേശത്തിൽ തന്നെയാണ് ഈ ഉദ്ദേശം മാത്രമായിട്ട് വന്നിരിക്കുന്നത്. ഏതായാലും 5 കണ്ടസ്റ്റന്റിനെയാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് സൂപ്പർ മെമ്പർ കളിക്കുവാനായിട്ട്. നിങ്ങൾ റെഡിയല്ലേ? തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ മെമ്പറിലേക്ക് 5 കണ്ടസ്റ്റന്റിനെ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മനം നിറച്ച് കൈ നിറച്ച്. എന്താണ് പേര്? ഷാജു. എന്ത് ചെയ്യുന്നു? ഓട്ടോ ഓടിക്കുന്നു, ടാക്സി എല്ലാ വാഹനങ്ങളും അത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. മൊത്തം വണ്ടികളുടെ ബഹളമാണ്, ടാക്സിയുടെ ബഹളമാണ്. എന്ത് വീട് എവിടെയാണ്? വീട് കട്ടപ്പുറം. കട്ടപ്പുറത്താണല്ലേ? കട്ടപ്പുറം എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെയാണ് അവിടെ. തൊട്ടടുത്ത് ഒരു 3 കിലോമീറ്റർ. അതെ അല്ലേ? എത്ര നാളായിട്ട് വണ്ടി ഓടിക്കുന്ന ചേട്ടാ? വണ്ടി ഒരു 21 വർഷമായി. 21 വർഷമായിട്ട് വണ്ടി ഓടിക്കണം. അപ്പോൾ അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഉണ്ട്. പേരെന്താണ്? ബിനു. ബിനു എന്ത് ചെയ്യുന്നു? ബിനു ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ വർക്കാ. ബേസ് സൗണ്ട് കേട്ടായിരുന്നോ? ലൈറ്റ് ആൻഡ് സൗണ്ട് സംസാരിക്കുന്നവരല്ലേ ചെറിയ ബൈക്കൊക്കെ കറക്റ്റ് പിടിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. ബിനു പിടിക്കുന്നവര് അല്ലേ? എത്ര നാളായിട്ട്? ഇപ്പൊ ഒരു 5-8 വർഷമായി. സാറിന് മൈക്കിൽ സംസാരിക്കുന്നത് എങ്ങനെയാ? മൈക്കിൽ ടെസ്റ്റ് ചെയ്ത് എങ്ങനെയാ? ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എവിടെയെങ്കിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ എവിടെ ഇതെങ്ങനെ ഇവരുണ്ട് ഇത് മാത്രം പറയുന്നതെന്ന് ഓർക്കും അല്ലേ? അപ്പോൾ ഒന്ന് അനൗൺസ് ചെയ്യുമോ? പക്ഷേ എല്ലാ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്കാരും ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ആൾക്കാരല്ല. അല്ല, പാട്ട് പാടുന്ന ആൾക്കാരല്ല. നിങ്ങൾ ഞാൻ അനൗൺസ് ചെയ്യാറുണ്ട്. അനൗൺസ് ചെയ്യും. ഓക്കെ, നമ്മുടെ സൂപ്പർ ബമ്പറിന്റെ പ്രോഗ്രാം ഒന്ന് എങ്ങനെയായിരിക്കും അനൗൺസ് ചെയ്യുന്നത്? ചുമ്മാ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് കൊരട്ടി ടൗണിൽ സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഷോ ഇവിടെ നിന്ന് എത്ര മണിക്ക് നമ്മൾ ഈ സമയത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒന്ന് വണ്ടിയിൽ അനൗൺസ് ചെയ്തു പോവാം. ഓക്കെ, ഒന്ന് അനൗൺസ് ചെയ്ത് ചുമ്മാ നമുക്ക് കേൾക്കാനല്ലേ? സി കേരളം ഒരുക്കുന്ന സൂപ്പർ ബമ്പർ ഷോ ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൊരട്ടി ടാക്സി സ്റ്റാൻഡിൽ നടക്കുന്നു. ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സൂപ്പർ ചേച്ചി, എന്തോ എന്നാ ഉണ്ട് വിശേഷം? സുഖമാണോ? നല്ല വിശേഷം തന്നെ. യൂണിഫോമിലേക്ക് പോകുന്നു കേട്ടോ. വീട് എവിടെയാ? വീട് 4 കെട്ട്. 4 കെട്ട്. എത്ര കെട്ടി സത്യത്തില്? സത്യത്തിൽ ഇതുവരെ ഒന്നും കെട്ടിയിട്ടില്ല. കെട്ടിട്ടില്ല. വീട് എവിടെയായിട്ടാന്ന് പറഞ്ഞ 4 കെട്ടല്ലേ? അടുത്ത് തന്നെയാണോ 4 കെട്ട്? 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ. 5 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നു. ഈ മേഖലയിലേക്ക് വരാനുള്ള ഒരു കാരണം? സാധാരണക്കാരന്റെ വാഹനമാണ് ഓട്ടോ. അതുകൊണ്ട് തന്നെ ആ സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചത് ഓട്ടോയിലേക്ക്. സാധാരണ ഓട്ടോക്കാർക്ക് കിട്ടുന്ന വലിയൊരു ആദരവ് തന്നെയാണ്. ഒരു ലേഡി പറയുകയാണ് സാധാരണക്കാരന്റെ വാഹനമാണ് ഓട്ടോ, അതുകൊണ്ടാണ് ഈ വേറെ എന്തെല്ലാം ജോലി കിട്ടുമായിരുന്നല്ലേ? ഒത്തിരി കിട്ടുമായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരി സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. രാഷ്ട്രീയം വല്ല ഉണ്ടോ? ഇല്ല, രാഷ്ട്രീയമൊന്നുമില്ല. കറക്റ്റ് ഇലക്ഷൻ നിന്നിട്ടുണ്ടോ? ആ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തയാളെ പരിചയപ്പെടാം. എന്താണ് പേര്? സിന്ധു ജയരാജ്. സിന്ധു ജയരാജ്. ഇവിടെ വീട് എവിടെയാണ്? കൊരട്ടി ടൗണിലാണോ? അതെ, ടൗണിലാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? പഞ്ചായത്ത് മെമ്പറാണ്. ഏത് വാർഡിലാണ് മെമ്പർ? 3-ാം വാർഡ്. 3-ാം വാർഡ് എന്ന് പറയുന്നത് ഇവിടെ അടുത്താണോ? അതെ, ഈ റോഡിന്റെ അപ്പുറത്ത്. ഈ റോഡിന് അപ്പുറത്താണ് 3-ാം വാർഡ്. ഒരുപാട് സന്തോഷം. ജനസേവനമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? കുഴപ്പമില്ലാതെ പോകുന്നു. പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. പേരെന്താണ്? ജെൻസൺ. ജെൻസൺ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രവാസിയാണ്, കൂടാതെ ഇവിടെ ടാക്സി ഡ്രൈവറാണ്. ഓക്കെ, ജെൻസന്റെ സുഹൃത്തുക്കളെ കൈയടിച്ചേ. ഏതായാലും സി കേരള സൂപ്പർ ബമ്പറിൽ ഇവരെ കണ്ടസ്റ്റന്റ് ആയിട്ട് കിട്ടിയതിൽ ഞങ്ങൾക്കെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ചോദ്യം ഇതാണ്, ഇവരിൽ നിന്ന് ആരാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വരുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട 3 സിനിമകളുടെ പേര് പറയുക. ആരാണ്? ഓക്കെ, പറയൂ. ഓട്ടോ, ഭാഷ, കൊച്ചി രാജാവ്. വെരി ഗുഡ്. ഏതായാലും സ്വാഗതം ചെയ്യാം സി കേരള സൂപ്പർ മെമ്പറിൽ ശോഭന ചേച്ചിയെ. നമ്മുടെ ഓട്ടോക്കാരുടെ അഭിമാനം, ടാക്സിക്കാരുടെ അഭിമാനം, കൊരട്ടിയുടെ അഭിമാനം, അതിലുപരിയായിട്ട് കേരളത്തിലെ എല്ലാ സ്ത്രീകളുടെയും അഭിമാനമായി ശോഭന ചേച്ചി നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുകയാണ് എൻട്രി ചെയ്ത്. അപ്പോൾ എന്തായാലും സി കേരള സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ കളി നമ്മൾ കളിക്കാൻ പോവുകയാണ്. ഏതാണ് ചേച്ചിക്കുള്ള ഗെയിം എന്ന് നമുക്ക് നോക്കണ്ടേ? വേണം. അപ്പം നമുക്ക് ആ പെട്ടി 2 എണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പെട്ടിക്കകത്ത് 2 കാര്യമുണ്ട്. ഒന്നിനകത്ത് പണപ്പെട്ടിയാണ്, മറ്റേതിനകത്ത് പെട്ടിയുടെ പേരെന്താണെന്നറിയോ? സൂപ്പർ ബമ്പർ അല്ല, ഇതാണ് പണിപ്പെട്ടി. ഇന്ന് പണി എന്താണെന്ന് അറിഞ്ഞിട്ട് ഈ പണിയിൽ ജയിച്ചാൽ മാത്രമേ ചേച്ചിക്ക് പണപ്പെട്ടിയിൽ നിന്ന് പണം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ആദ്യം എല്ലാവരും പറയുന്നത് എന്നാണെന്നറിയോ? ഏത് പെട്ടി വേണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയും പണപ്പെട്ടി വേണമെന്ന്. ചേച്ചിക്ക് ഏതാ വേണ്ടേ? പണിപ്പെട്ടി മതി. നല്ല കൈയടി. അതില്ലേലും അങ്ങനെയൊക്കെ തന്നെയാ. അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് എന്നും
പണിപ്പെട്ടി ആണ് ആദ്യം കിട്ടുന്നത്. പക്ഷേ അവസാനം പണപ്പെട്ടി അവരെ തീർച്ചയായിട്ടും തേടി വരും. എന്തായാലും സൂപ്പർ ബമ്പർ ഗെയിമിൻ്റെ നിബന്ധനകൾ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ഗെയിമിലേക്ക് കിടക്കാം. സി കേരളം സൂപ്പർ ബമ്പറിൽ ചേച്ചിയെ കാത്തിരിക്കുന്നത് ഏത് പണിയാണ് നോക്കാം. എടുത്തോളൂ ചേച്ചി. ആദ്യത്തെ ഗെയിം ശോഭന ചേച്ചിക്കുള്ള ഉറപ്പായ സമ്മാനം 1000 രൂപയ്ക്കുള്ള ഗെയിമാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, 1000 രൂപയുടെ ഗെയിം. ഗെയിമിന്റെ പേരാണ് കുഴിപ്പന്ത്. ഇവിടെ കുറേ ബോളുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുഴി, ഈ കുഴി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് മുട്ട വെക്കുന്ന സാധനം അല്ലേ? എഗ് റാക്ക് എന്നാണ് എൻ്റെ പേര്. ഞങ്ങൾ മുട്ട സ്റ്റാൻഡ് എന്ന് പറയും സാധാരണക്കാർ അല്ലേ? അങ്ങനെയല്ലേ പറയുന്നേ? അതെ, മുട്ട സ്റ്റാൻഡ്. ഈ മുട്ട സ്റ്റാൻഡിലേക്ക്, ഈ കുഴിയിലേക്ക് ചേച്ചി ഇവിടെ കയറി നിൽക്കുക. ഇവിടെ ബോളെറിഞ്ഞ് ഇവിടെ ചാടിക്കുക. എത്ര എണ്ണം ചാടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 എണ്ണം എന്നാണ് നമ്മുടെ ഗെയിം മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. 120 സെക്കൻഡ് ചേച്ചിക്കുണ്ട്. 120 സെക്കൻഡിൽ 10 ബോളുകൾ എറിഞ്ഞ് ഇവിടെ ഈ കുഴിയിലിടുക. ചേച്ചിയെ തേടി വരുന്നത് 1000 രൂപയാണ് കിട്ടുന്നത്. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സി കേരളം സൂപ്പർ ബമ്പറിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ശോഭന ചേച്ചിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഴിപ്പന്ത്. രണ്ട്, 3, 4, 5, 6. സമയമുണ്ട്. 7, 6. സമയമുണ്ട്. കളിയിൽ ജയിച്ചു, പക്ഷേ നേടാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, മതി ചേച്ചി. എന്തായാലും നമുക്ക് എണ്ണി നോക്കാം. എത്ര എണ്ണം ഉണ്ട്? പറയൂ, ഉറക്കെ പറയൂ. 16. നിങ്ങൾ പറയൂ. 16, 15. ഒരാൾ പറയൂ. 14, 16. ഓക്കെ, നിങ്ങൾ ഓർത്തിരുന്നോളം പറഞ്ഞത്. നമുക്ക് എണ്ണി നോക്കാൻ പോവുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ആരാണ് 16 പറഞ്ഞത്? വരൂ, ഓടിവാ. യെസ്, എന്താണ് പേര്? ജോഡി. സി കേരളം സൂപ്പർ ബമ്പറിന്റെ വകയായി ചേട്ടൻ്റെ അടിപൊളി സമ്മാനം. ചേച്ചിക്ക് 1000 രൂപയാണ് സമ്മാനം കിട്ടാൻ പോകുന്നത്. ഈ സമ്മാനം കൊടുക്കാൻ നമ്മൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. അതിന് മുന്നേ ഓട്ടോക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത്, ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, ചാലക്കുടി പുഴയുടെ ചങ്ങാതി. ചാലക്കുടിയിലെ പുഴകളോടും ഓളങ്ങളോടും ചോദിച്ചാൽ അറിയാം ഒരുപാട് കഥനങ്ങളുടെ കഥ. ഏതായാലും മണിച്ചേട്ടന് വേണ്ടി നമുക്ക് മണിച്ചേട്ടൻ്റെ പാട്ട് കോർത്തിണക്കിയ ഒരു ഗാനം കേൾക്കാം. തീർച്ചയായിട്ടും ഇന്നാട്ടിലെ ഗായകനിലൂടെ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പുന്നാരെ, മാമ്പഴമാകട്ടെന്ന്. വായോ
കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. ഇന്നലെ നീയിട്ട മഞ്ഞ ചൂരിദാറ് ആരുടെ കാശാണടി എൻ്റെ പുന്നാരെ ആരുടെ കാശാണടി. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. വാ ആഹാ കുഞ്ഞുനാളിൽ ചെറുപ്പത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി ഇന്ന് ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി ഇന്ന് ഞാൻ കണ്ടതല്ലേടി. കുഞ്ഞുനാളിൽ ചെറുപ്പത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി ഇന്ന് ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി ഇന്ന് ഞാൻ കണ്ടതല്ലേടി. കൊച്ചു കൊച്ചു മുറങ്ങൾ നെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞേലി ഇന്ന് ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി ഇന്ന് ഞാൻ കണ്ടതല്ലേടി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടക്കണ മീനാണ്. പെണ്ണു ചീരിക്കണ കണ്ടെന്റെ കച്ചവടം പോയെന്റെ കാശും പോയേ. പെണ്ണു ചീരിക്കണ കണ്ടെന്റെ കച്ചവടം പോയെന്റെ കാശും പോയേ. ഇന്നത്തെ ചന്തല കൊട്ടടും കുട്ടേല മീനായേ. ഇന്നത്തെ ചന്തല കൊട്ടടും പെണ്ണിന്റെ കൊട്ടേല മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള പിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടക്കണ മീനാണ്. ഒരുപാട് നന്ദി. എന്താ പേര്? ഷിജു. ഷിജു പ്രൊഫഷണലായിട്ട് പാടുന്നുണ്ടോ? മണിച്ചേട്ടൻ ഇവിടെ പാടിയിട്ടുണ്ടോ? മണിച്ചേട്ടൻ പാടിയിലൊക്കെ പാടാറുണ്ട് ഞങ്ങൾ. പാടി പാടാറുണ്ട് അല്ലേ? ഓക്കെ. അത് അടിച്ചുപൊളി പാട്ടാണെങ്കിലും പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ട് ഓർക്കുമ്പോൾ ആദ്യം വരുന്നൊരു പാട്ട് ഏതാണ്? അത് ശരിക്കും മിന്നാമിനിങ്ങ തന്നെയാണ്. ഫീൽ ചെയ്യുന്നു ആളുടെ ഒരു ആളെ ഓർക്കുന്ന പാട്ട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. എന്തായാലും ഒരുപാട് മനുഷ്യൻ്റെ എല്ലാ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഒരുപാട് വേദികൾ കൈയടക്കണം അല്ലേ ചേച്ചി? പറഞ്ഞേ. അതെ. മണിച്ചേട്ടൻ എന്തായിരുന്നു? മണിച്ചേട്ടൻ്റെ ജോലി എന്തായിരുന്നു? കലാഭവൻ മണിക്ക് ജോലി എന്തായിരുന്നു? ഓട്ടോ ഡ്രൈവർ. അതാണ് ഒരു ഫീല് എന്ന് പറയുന്നത്. അദ്ദേഹം എവിടെ പോയാലും ദാരിദ്ര്യത്തിൻ്റെ കഥകൾ പറയുമായിരുന്നു. പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നീ ഇങ്ങനെ കഥകൾ പറയുന്നത്. കാരണം ആ കഥകളുടെയൊക്കെ വില മനസ്സിലായത് അദ്ദേഹം ഇല്ലാണ്ടായപ്പോഴാണ്. ഏതായാലും നല്ലൊരു സമ്മാനം സൂപ്പർ ബമ്പറിൻ്റെ വകയായി. സന്തോഷം. ഓക്കെ, താങ്ക് യു. 1000 രൂപ നമ്മൾ തമ്മിൽ കടമുണ്ട്. മണിച്ചേട്ടൻ്റെ പാട്ട് പാടി കേട്ടപ്പോൾ എന്തോ ഒരു ഫീലുണ്ട്. നമുക്കൊന്ന് ഫീലിംഗ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം അല്ലേ? എല്ലാവർക്കും കൂടെ നമുക്ക് ഫീലിംഗ് ഒന്ന് മാറ്റിയിട്ട് വരാം. ഏതായാലും സി കേരള സൂപ്പർ ബമ്പറിലെ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. Welcome back to C Keralam Super Bumper. C Kerala Super Bumperil 1000 രൂപയാണ് ശോഭന ചേച്ചിക്ക് കിട്ടാൻ പോകുന്നത്. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. സി കേരള സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ വിജയി ശോഭന ഫ്രം കൊരട്ടി.
1000 രൂപ സമ്മാനം. അപ്പൊ അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കാം. അടുത്ത ഗെയിമിലേക്ക് പോകാം. ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കണം. ശോഭന ചേച്ചിയെ കാത്തിരിക്കുന്ന 2000 രൂപയുടെ ഗെയിം. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 2000 രൂപ കൈക്കട്ടത്തില്ല. 3000 രൂപയുടെ കളിയിലേക്കുള്ള എൻട്രിയാണ് 2000 രൂപയുടെ കളി. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. 100 സെക്കൻഡാണ് ഈ ഗെയിമിന്റെ സമയം. ഗെയിമിന്റെ പേരാണ് കഠിന ഹൃദയ. നമ്മുടെ കഠിന ഹൃദയ എന്ന് പറയുന്ന ഗെയിമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടു കാണും, ഒരു പ്ലേറ്റിനകത്ത് നിറച്ച് പാവയ്ക്ക വെച്ചിട്ടുണ്ട്. നടുക്ക് ഇതേ ഒരു ജിലേബിയും വെച്ചിട്ടുണ്ട്. ചേച്ചി 100 സെക്കൻഡാണ് സമയം. 100 സെക്കൻഡിനുള്ളിൽ ചേച്ചി ഈ പാവയ്ക്ക മുഴുവൻ കടിച്ച് ചവച്ചരച്ച് കഴിക്കണം. ആ പാവയ്ക്ക തീരണം. ജിലേബി തീർന്നില്ല കുഴപ്പമില്ല. വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളവും തീർന്നില്ല കുഴപ്പമില്ല. 100 സെക്കൻഡാണ് നമ്മുടെ ഗെയിമിന്റെ സമയം. ഗെയിമിന്റെ പേര് കഠിന ഹൃദയം എന്നാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. 100 സെക്കൻഡ് ചവച്ചരക്കണം. വിറ്റാമിൻ ഇറു ആഞ്ഞു പിടിക്ക്. 100 സെക്കൻഡിനുള്ളിൽ. ഷുഗറിന് നല്ലതാണ്. 100 സെക്കൻഡാണ് സമയം. ഓട്ടംകാരുടെ അഭിമാനം. ശോഭന ചേച്ചി സമയമുണ്ട്. ആഞ്ഞു പിടിച്ചോ, ആഞ്ഞു പിടിച്ചോ. ഓട്ടോക്കാരുടെ അഭിമാനമാണ്. കൊരട്ടിയുടെ അഭിമാനം, സ്ത്രീകളുടെ അഭിമാനം. ഒരു രക്ഷയുമില്ല. ഒന്നും എനിക്കൊരു വിഷയമല്ല, എന്റെ പ്രശ്നമേ ഇല്ല. വെള്ളം വേണ കുടിച്ചോ. ഓ ചവച്ചരച്ച് കഴിക്കേച്ചി. പാവയ്ക്ക കഴിക്കുന്ന പാവയ്ക്ക. ഓ ജിലേബി ഒന്നും വേണ്ട കേട്ടോ, ജിലേബി ഒന്നും ഒരു വിഷയമല്ല. ഇത്തിരി ജിലേബി ടച്ചിങ്. ഇത്തിരി വെള്ളം കുടിച്ചോ വേണല്ലേ, പ്രശ്നമല്ല. സമയം പെട്ടെന്നാവട്ടെ. 60 സെക്കൻഡ് കഴിഞ്ഞു. ഇനി 40 സെക്കൻഡ് കൂടെ ഉണ്ട് ബാക്കി. ഒരു കഷ്ണമേ ബാക്കിയുള്ളൂ. എന്റെ കൊരട്ടിബുദ്ധി പൊളിച്ചു. അപ്പൊ നമുക്ക് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ആയിട്ടുണ്ട്. റെഡിയാണോ? റെഡിയാണ്. അപ്പൊ നല്ലൊരു കയ്യടി കൊടുത്തേ. 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ ചേച്ചി റെഡിയാണ്. നമുക്ക് നോക്കാം ചേച്ചിക്കുള്ള ഗെയിം ഏതാണെന്ന് നോക്കിയോളൂ ചേച്ചി. ഗെയിം പറയാം. അതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു നല്ല പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ? ഓക്കെ. സ്വപ്ന ലോകത്തിൽ തേന്തല്ലേ, സ്വപ്ന സുന്ദരി നന്ദനെ, ഞാൻ സ്വപ്ന ലോകത്തിൽ തേന്തല്ലേ, റാന്തൽ മിന്നലിലെ ജ്വലിപ്പേനെ, സോമ്പലില്ല മലൈ കളിത്തേനെ, மீண்டும் எம்பம் மீண்டும் மீண்டும் தோன்றும் நெஞ்சில் தோன்றும் 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 சொப்பன சுந்தரி, உங்கள் சோகம் கலைக்கும்
போலுமே முத்தமுன்னு பூக்கடையே இங்க வந்து பூஜை பண்ணும் கிட்ட நின்று ராத்திருக்கும் பூத்திருக்கும் எப்பவும் ஆசை இல்ல கேட்டதுக்கும் போட்டதுக்கும் எப்பவும் பஞ்சமில்ல மூத்திருக்கும் தூத்திருக்கும் சொந்தமும் தேவையில்லை எங்களுக்கும் தேவனுக்கும் சம்பந்தம் மாறவில்ல அத்தனை பேரையும் அத்தாத மாற்றிடும் சங்கமம் இல்லத்தான் சங்கமமாகத்தான் ஆகத்தான் நான் சொப்பன சொப்பன சுந்தரே எங்க சோக கலைக்கும் கலைக்கும் மந்திரே சொப்பன சுந்தரி நான் தானே நான் சொப்பன லோகத்தில் நீ தானே சொப்பன சுந்தரி நான் தானே நான் சொப்பன லோகத்தில் தானே நாங்கள் மின்னலையே கொலிப்பேனே சோம்பல் இளமலை கழிப்பேனே மீண்டும் 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 தோன்றும் துஞ்சில் தோன்றும் 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 சொப்பன சொப்பன சுந்தரே நல்ல சோந்த கலைக்கும் கலைக்கும் மந்திரே நான் தான் சொப்பன சொப்பன சுந்தரே உங்கள் சோம்ப கலைக்கும் கலைக்கும் மந்திரே എന്താ പേര്? ശ്രേയ ബാബു. ശ്രേയ ബാബു. അച്ഛനുണ്ടോ കൂടെ? അച്ഛനില്ല, അമ്മയുണ്ട്. അമ്മയുണ്ട്. നന്നായിട്ട് പാടി കേട്ടോ. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. മോക്കിതാ നല്ലൊരു സമ്മാനമുണ്ട് സി കേരള സൂപ്പർ ബമ്പറിന്റെ വകയായിട്ട്. എന്തായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകണം. അടുത്ത ഗെയിമിലേക്ക് പോകണം. ഏതായാലും ചേച്ചിക്കുള്ള ഗെയിം ഏതാണെന്ന് നോക്കാം. ഗെയിമിന്റെ പേര് ദ കുപ്പി. കുറച്ച് കുപ്പി, 4 കുപ്പി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് മിനറൽ വാട്ടറിന്റെ കുപ്പിയാണ്, അത് കളറുള്ള കുപ്പിയാണ്. കുപ്പിയിലെ 4 കുപ്പി അവിടെ വെച്ചിട്ടുണ്ട്. 1, 2, 3, 4 കുപ്പി. 4 കുപ്പിയിൽ 3 കുപ്പിയാണ് ഈ നെറ്റിന് ഇപ്പുറം എത്തിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളംകൈയിൽ കുപ്പി എടുക്കുക, പൊക്കി എറിയുക, കുപ്പി നേരെ വന്ന് ഇവിടെ വീഴണം. 4 കുപ്പിയിൽ 3 കുപ്പി എറിഞ്ഞ് ഇട്ടാൽ മതി. സമയം 80 സെക്കൻഡാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇത് പൊക്കി ഇടുമ്പോൾ ഈ നെറ്റിന് ഇപ്പുറേ കൈ വരാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പം ഗെയിം തുടങ്ങിയാണ്. ദ കുപ്പി എന്നാണ് ഗെയിമിൻ്റെ പേര്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. 3000 രൂപയുടെ ഗെയിമാണ്. ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ചേച്ചി യെസ്, ശ്രദ്ധിച്ച് ഒരെണ്ണം കളഞ്ഞു. 80 സെക്കൻഡ് ഉണ്ട്. യെസ്. ഓ, അടുത്തത്. ഓക്കെ, യെസ്. ചേച്ചി അടുത്തത്. ഓക്കെ, അടുത്തത്. നെറ്റിന് മുട്ടാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഒന്ന് ആലോചിച്ചിട്ട് സമയം എത്രയില്ലേ? 50 സെക്കൻഡായി. ടൈമുണ്ട്. ഓ ആ, അങ്ങനെയാ, വെരി ഗുഡ്. അത് ആലോചിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഓ ആ, ഓക്കെ. ഓ, അടുത്തിടാ. ഇട് ചേച്ചി പെട്ടെന്ന്. ആ, നെറ്റിൽ മുട്ടി 2 ആയിട്ടുള്ളൂ. ശ്രദ്ധിച്ച് ചേച്ചി, ഇട് ചേച്ചി, ശ്രദ്ധിച്ച്. സപ്പോർട്ടില്ലേ നിങ്ങളുടെ? ഓ, 5 4 3 2 1 0. സാരമില്ല, വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. എന്നാലും 1000 രൂപ കിട്ടിയല്ലേ? അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്.
എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ശോഭന ചേച്ചിയെ പുറത്തേക്ക് കളയേണ്ടി വന്നു. 4 കണ്ടസ്റ്റന്റ് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. 4 പേരെ കൂടെ നമുക്ക് വിളിക്കണം. 4 പേർക്കും എല്ലാവർക്കും സൂപ്പർ ബമ്പർ കിട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഏതായാലും 4 പേരെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതിനു മുന്നേ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. നമുക്ക് സ്വാഗതം ചെയ്യാം കൊരട്ടിയുടെ അഭിമാന താരങ്ങളായ ആ 4 പേരെ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. അപ്പോൾ 5 പേരായിരുന്നു ഇവിടെ സത്യത്തിൽ ഉണ്ടായിരുന്നത്. 5 പേരിൽ ഒരാൾ കൈവിട്ട് പോയി. ശോഭന ചേച്ചി നമ്മൾ പുറത്തേക്ക് തള്ളിവിടേണ്ടി വന്നു. വീണ്ടും 4 പുലിക്കുട്ടികൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഒരു 2 ഡ്രൈവേഴ്സ് ഉണ്ട്, ഒരു സൗണ്ട് വർക്കർ ഉണ്ട്, പിന്നെ നമ്മുടെ മെമ്പറുണ്ട്. മെമ്പറേ. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആരാണ് ഗെയിം കളിക്കാൻ വരുന്നത് എന്ന് നമുക്ക് എല്ലാ സംശയം ഉണ്ടായിരിക്കും. നിങ്ങൾ ആരും പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കരുത്. ചോദ്യം ശ്രദ്ധിക്കുക. നരൻ എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ആരാണ് ആദ്യം കൈവെക്കുക? ജെൻസനാണ് ആദ്യം കൈവെക്കിയത്. ജെൻസൺ, എന്താണ് ഉത്തരം? മുള്ളംകൊല്ലി വേലായുധൻ. മുള്ളംകൊല്ലി വേലായുധൻ ശരിയാണ്. ഏതായാലും ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജെൻസൺ ജോൺ ആണ്. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ഗെയിം ഏതാന്ന് നോക്കാൻ ജെൻസൺ ഉള്ളത്. നോക്കിയോളൂ ജെൻസൺ. ജെൻസൺ, അപ്പോൾ ഏതായാലും അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകാം. ജെൻസിന് വേണ്ടി ഓൾറെഡി നമ്മളൊരു ഗെയിം എടുത്തു വെച്ചിട്ടുണ്ട്. ഗെയിമിന്റെ പേരാണ് പറക്കും തളിക. നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് ഗെയിം എന്താണെന്ന് പറയാം. ഇവിടെ കുറേ ഗ്ലാസ്സുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് മുകളിൽ കുറേ സ്മൈലി ബോൾസ് ഇരിപ്പുണ്ട്. നമുക്കുള്ള സമയം എന്ന് പറയുന്നത് എത്രയാണ്? 120 സെക്കൻഡാണ് സമയം. 120 സെക്കൻഡിനുള്ളിൽ ഈ സ്മൈലി ബോൾ എറിഞ്ഞ് താഴെ ഇടുക. പക്ഷേ ഗ്ലാസ്സിന് യഥാവിധി ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഗ്ലാസ് ഇരിക്കണം. സ്മൈലി ബോൾസ് മാത്രം എയറിൽ താഴെ പോകണം. അവിടെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് എറിയാനായിട്ട്. ഒരു പറക്കും തളിക എറിയാനായിട്ട് കൊടുത്തിട്ടുണ്ട് ജെൻസിന്. അവസാനം സമയം തീരുമ്പോൾ 5 സ്മൈലി ബോൾസ് കപ്പിൻ്റെ മുകളിൽ ഉണ്ടാവണം. 5 എണ്ണം. അപ്പം എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജെൻസനാണ് കളിക്കുന്നത്. ഗെയിം സ്റ്റാർട്ട്. പറക്കും തളിക. യെസ്. സമയം 1 2 3 1 2 ഓ കയ്യടിക്ക്. കളഞ്ഞു. 4 കളഞ്ഞു. ഓ എന്നാവട്ടെ. ഓ അച്ഛനമായോ? യെസ്, ജയിച്ചിരിക്കുകയാണ്. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമിലെ വിജയി ജെൻസൺ. 1000 രൂപയുടെ സമ്മാനം. ജെൻസന് നമുക്ക് ആദ്യത്തെ സമ്മാനം കൊടുക്കണം. 1000 രൂപയാണ് ആദ്യത്തെ ഗെയിമിലെ സമ്മാനം. നമുക്ക് കൊടുക്കാം. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമിലെ വിജയി മെമ്പറെ ജെൻസനാണ്. ജെൻസന് ആദ്യത്തെ സമ്മാനം സി കേരളം സൂപ്പർ ബമ്പറിൽ 1000 രൂപ. ഓക്കെ ജെൻസൺ. ഓക്കെ, അപ്പം അടുത്ത ഗെയിമിലേക്ക് പോകാൻ ജെൻസൺ റെഡിയല്ലേ? തീർച്ചയായിട്ടും റെഡിയാണ്. അപ്പോൾ നമുക്ക് എടുത്താലോ? എടുക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിന്റെ പേരാണ് ഉരുളൻ മെതിയടി. ഈ ഗെയിമിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ നമ്മൾ കൊരട്ടി റോഡ് സൈഡിൽ ഹൈവേയുടെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഷോ ഇവിടെ നടക്കുന്നത് കണ്ടുകൊണ്ട് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഡാ എന്ന് വിളിച്ചു. ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ പഴയ ഒരു വലിയ സുഹൃത്താണ്, ഒരുപാട് നാൾ കലാരംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ പ്രിയ സുഹൃത്താണ് ബൈജു.
ബൈജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൈജു ഒരുപാട് ഈയിടെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ട്രോളുകളിലെ നായകനാണ് ബൈജു. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് കലാരംഗത്ത്, മിമിക്രി രംഗത്ത് ഒരുപാട് ചാനൽ ഷോയിലൂടെയൊക്കെ പ്രശസ്തനായ എൻ്റെ സുപ്രിയ സുഹൃത്ത് ബൈജുവിനെ നമുക്കൊന്ന് വിളിക്കാം അല്ലേ? ബൈജുവിനെ കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഇവിടെ തട്ടിക്കൂട്ടാം. സ്വാഗതം ചെയ്യാം ബൈജു മേലൂർ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റ. പ്രേക്ഷകരോട് പറയുമായിരുന്നു ബൈജുവിനെ യാദൃശ്യമായിട്ട് ഇവിടെ കണ്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ട്രോളെന്ന് പറഞ്ഞ സംഭവം പറഞ്ഞപ്പോഴാണ് പലർക്കും മനസ്സിലായി കാണുകയല്ല. ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ ട്രോളുകളിൽ ആഘോഷിക്കപ്പെട്ട മുഖം ബൈജുവിൻ്റെ ആയിരുന്നു തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. അതെന്താ സംഭവം എന്ന് പറയാമോ? അതായത് എബ്രഷൈൻ സാറിൻ്റെ സംവിധാനത്തിൽ ആക്ഷൻ ഹീറോ ബിജു, നിവിൻ പോളി നായകനായി ആക്ഷൻ ഹീറോ ബിജുവിലാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഈ വേഷമല്ല. അതായത് പോലീസിനെ കണ്ട് പേടിച്ച് മൂത്രമൊഴിക്കുന്ന ഒരു സീനാണ് അതിൽ ചെയ്ത്. അത് തന്നെ പോലീസ് സ്റ്റേഷൻ എനിക്ക് പേടിയാന്ന് പറയുന്ന ഒരു സീനാണ് ചെയ്ത്. അപ്പൊ അതിനുശേഷമാണ് എനിക്ക് ട്രോൾ ഇറങ്ങിയത്. ഫസ്റ്റ് ട്രോൾ ഇറങ്ങിയത് പൾസർ സുനീനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ട്രോള് എന്റെ ഫോട്ടോയും പൾസർ സുനീനും വെച്ചിട്ട് ഇറങ്ങിയത്. പിന്നെ കംപ്ലീറ്റ് ഈ ഒരു വർഷം ഇപ്പോഴും കൂടെ ഓടുന്നുണ്ട്. ഇപ്പോ ഈ അടുത്തിടയ്ക്ക് ഒരു ട്രോൾ ഇറങ്ങിയിരുന്നു ശബരിമല വിഷയമായിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു ചെറിയ പെർഫോമൻസ്, പാട്ടാണോ മിമിക്രി ആണോ എന്നാ? മിമിക്രി ഉണ്ട്. നമുക്ക് ആദ്യം പാട്ട് പാടാം. ആദ്യം പാട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പം ബൈജുവിന്റെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാണാം. ഞാൻ എന്തായാലും അവിടെ പോയി ഇരുന്നോളാം. ഞാൻ അകലെ നിന്നിട്ട് പ്രോഗ്രാം കണ്ടിട്ട് കുറെ നാളായി. നമുക്ക് ഏതായാലും നല്ലൊരു ഗാനം ആദ്യം കേൾക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ നാട് ഇവിടെ മേലൂർ അടുത്ത് തന്നെയാണ്. അപ്പോൾ കൊരട്ടിപ്പള്ളി മുത്തിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എനിക്ക് വരാൻ സാധിച്ചു, നിന്നെ കാണാൻ സാധിച്ചു. അപ്പോൾ എല്ലാ നാട്ടുകാരും ഒരു നല്ലൊരു ക്ലാപ്സ് ആദ്യമേ തന്നെ തരാമോ? ഓക്കെ. ये अदा भी उसका क्या काम कर गई, जाते जाते एक कसी शाम कर गई, शाम कर गई मेरा नाम कर गई, ऐसे कसे चेहरे को अपने बुलाना, हवा हवा ये हवा खुशबू लुटाते, कहाँ कुली अकुली सिल्फ पता दे, अब किसका पता दे सारा मुझको पता दे, मैं उससे मिलूंगा एक बार मिला दे, याद मिला दे, यार मिला दे. ബൈജു ഇതിന്റെ പൊന്നടാ, ഇത് എന്നാ എത്ര കാലമായി ഇത്? നീ കല്ലായിട്ടാണോ? കല്ലല്ല. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ സുഹൃത്തുക്കൾ, അതെ, ആർട്ടിസ്റ്റിനെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒന്നെങ്കിൽ ശബ്ദം കൊണ്ടും ഒരു ഫീലാണ്. എനിക്ക് ഇപ്പൊ സൂരജിനെ കാണുമ്പോൾ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ്? ഓ നീ തങ്കപ്പനല്ലടാ, നീ പൊന്നപ്പൻ. ഓ ഇവന്റെ കാലം തള്ളി തള്ളി ഓടിക്കടാ. ഓ എന്റെ കാലല്ലടാ. ഒരുപാട് സന്തോഷം ബൈജു. വീണ്ടും നമ്മുടെ വേദികളിൽ നമുക്ക് കാണാം. ഒരുപാട് വേദികൾ വരട്ടെ, ഒരുപാട് സിനിമകൾ ലഭിക്കട്ടെ. നല്ല എന്താ പറയുക, നന്മയുള്ള സൗഹൃദമാവട്ടെ എല്ലാ സൗഹൃദങ്ങളും. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പാട്ട്?
അടിപൊളിയായിരുന്നു. നമ്മുടെ ഗെയിമിലേക്ക് പോകണ്ടേ? കാലയില് ഉരുളൻ മെതിയടി എന്ന നമ്മുടെ ഗെയിമിന്റെ പേര്. ഒന്നാമത്തെ ഈ പുള്ളിക്ക് ഹൈറ്റ് കൂടുതലാണ്, അതിൽ വിറവുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ. താഴെ കാലിൽ ഇത് വീണ്ടും ഒരു ചപ്പാത്തി ഉരുട്ടുന്ന സാധനം കാലെ കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി വടി, ഓക്കെ, ചപ്പാത്തി വടി കെട്ടി കൊടുത്തിട്ടുണ്ട്. ഗെയിം ഇതാണ്, നിങ്ങൾ ഇങ്ങനെ പിച്ച വെച്ച് നടക്കുക. പിച്ച വെച്ച് നടന്നിട്ട് ഈ ഒരു ബോൾ എടുത്തിട്ട് ഇതിൻ്റെ മോളിൽ വെക്കുക. എന്നിട്ട് ആ കുപ്പിയോട് കൂടി തിരിച്ചു കൊണ്ടുപോയി ഇവിടെ വെക്കുക. മനസ്സിലായോ? ഈ കുപ്പിയുടെ മുകളിൽ നിന്ന് ബോള് പോകരുത്. ബോള് പോയാൽ താങ്കളും പോകും. പരിപാടി മുഴുവൻ കുളവാകും, സമ്മാനങ്ങൾ മുഴുവൻ പോകും. 1000 രൂപയുണ്ട്, അതുകൊണ്ട് തൃപ്തനാകേണ്ടി വരും. ഏതായാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഉരുളൻ മെതിയടി. പോട്ടെ. ഇതാണ് പൊക്കം കൂടിയാലുള്ള കുഴപ്പം, കാണത്തില്ല. 100 സെക്കൻഡാണ് സമയം. 100 സെക്കൻഡാണ് നമ്മുടെ സമയം. 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. ജൻസ 30 സെക്കൻഡ് കഴിഞ്ഞു. ബോളെ പിടിക്കരുത്. ജൻസ സമയം പൊക്കോണ്ടിരിക്കുന്നു. മാക്സിമം സ്പീഡില്. കാലിൽ മെതിയടിയുണ്ട്, ഉരുളൻ മെതിയടി കിടക്കുകയാണ്. ചപ്പാത്തി വടി. 20 സെക്കൻഡേ ബാക്കിയുള്ളൂ ജൻസ. ഒരെണ്ണം വെക്ക് ജൻസ. കൊരട്ടിക്കാരന്റെ അഭിമാനം രക്ഷിക്കണം. കുട്ടികൾ കളിക്കുന്ന, ഗംഭീരമായിട്ട് കളിക്കുന്ന ഗെയിമാണ് ജൻസ ഇത്. കളയരുത്, കളയരുത്, കളയരുത്. ജൻസ ക്ഷമിക്കണം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഇത്രയും വലിയ മനുഷ്യൻ ഈ കുട്ടികൾ കളിക്കുന്ന ഗെയിമിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സാരമില്ല ജൻസ, നമുക്ക് വലുത് എന്താണ്? നമുക്ക് മത്സരിക്കണം. മത്സരിക്കുക മാത്രമല്ല, സൗഹൃദങ്ങളാണ് ഏറ്റവും വലുത്. ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു സൗഹൃദവും എനർജി. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫീലാണ് കേട്ടോ. കാരണം ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു സൗഹൃദം, റോഡിലൂടെ പോയപ്പോൾ പ്രിയ സുഹൃത്ത് വന്ന സൗഹൃദം, സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നത് തന്നെയാണ്. എവിടെ ചെന്നാലും സൗഹൃദം. അത് എത്ര അകലെയാണെങ്കിലും സൗഹൃദങ്ങൾ പൂക്കും തളിർക്കും. സൗഹൃദങ്ങളുടെ സമ്മാനങ്ങളുമായി നാളെ തേടി എത്തുന്നത് നിങ്ങളുടെ ഇടം നെഞ്ചിലേക്കായിരിക്കും ഞങ്ങൾ. അതുവരേക്കും സി കേരളത്തിൽ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാട്.